സംസ്ഥാനത്തെ പുതിയ DGPയെ തെരഞ്ഞെടുക്കാനുള്ള UPSCയുടെ യോഗം ഈ മാസം 26-ാം തീയതി ചേരും. യോഗത്തിൽ 3-അംഗ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. നിതിൻ അഗർവാൾ, റവാദ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചേക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. നമുക്കറിയാം സംസ്ഥാനത്ത് പുതിയ DGP ആരാകും എന്നുള്ളതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട 6 പേരുടെ പട്ടിക ലിസ്റ്റ് കേന്ദ്രത്തിന് അയച്ചിരുന്നു. എന്നാൽ UPSC യോഗം ഇതുവരെയും അത് നിശ്ചയിക്കാനുള്ള UPSC യോഗം ഇതുവരെയും ചേരാത്തതായിരുന്നു ആശങ്ക. മാത്രമല്ല ഈ വരുന്ന 30-ാം തീയതിയാണ് നിലവിലെ സംസ്ഥാന മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്. നിലവിൽ കേരളം അയച്ചിരിക്കുന്ന പട്ടികയിൽ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്തേത് നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള നിതിൻ അഗർവാൾ, രണ്ടാമത്തേത് റവാഡ ചന്ദ്രശേഖർ, മൂന്നാമത്തേത് യോഗേഷ് ഗുപ്ത, നാലാമത്തേത് മനോജ് എബ്രഹാം, അഞ്ചാമത്തേത് സുരേഷ് രാജ് പുരോഹിത്, ആറാമത്തേത് MR അജിത് കുമാർ എന്നീ പേരുകളാണ് കേന്ദ്രത്തിന് കേരളം കൈമാറിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരള കേഡറിൽ ഒന്നാമനായിട്ടുള്ള നിതിൻ അഗർവാൾ സർക്കാരിന് കാര്യമായ താല്പര്യമില്ല എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നിലവിൽ കേന്ദ്ര IB ഡെപ്യൂട്ടേഷനിലുള്ള റബാഡ ചന്ദ്രശേഖറിന് സാധ്യത കൂടുതൽ തെളിയുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയൊക്കെ നടത്തി, കേരളത്തിലെത്തി കൂടിക്കാഴ്ച എത്തിയ തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. യോഗേഷ് ഗുപ്ത നമുക്കറിയാം ഈ വിവാദമായിട്ടുള്ള PP ദിവ്യ കേസ്, CBI ഫയൽ കൈമാറ്റം അടക്കമുള്ള പല കാര്യങ്ങളിൽ സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന ആളാണ് യോഗേഷ് ഗുപ്ത. അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഫയർഫോഴ്സ് മേധാവിയായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റി നിയമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ സംസ്ഥാനം കൈമാറിയിരിക്കുന്ന പട്ടികയിൽ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ കേന്ദ്രം വരുത്തി. പ്രത്യേകിച്ച് DGP റാങ്കിലുള്ളവരെ പരിഗണിക്കുകയുള്ളൂ, 30 വർഷത്തെ സർവീസ് അടക്കമുള്ള മാനദണ്ഡങ്ങൾ വരുത്തുകയും എന്നാൽ സുരേഷ് രാജ് പുരോഹിതിന്റെയും അതേപോലെ തന്നെ MR അജിത് കുമാറിന്റെയും കാര്യത്തിൽ ADGP റാങ്കിലുള്ളവരെ നേരത്തെ സംസ്ഥാനം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്രത്തെ കേരളം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 3 പേര് പരിഗണിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന റബാഡ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തിന്റെ പുതിയ DGP ആകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും 26-ന് ചേരുന്ന UPSC യോഗത്തിൽ 3 പേരുടെ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് മടക്കി അയക്കും. അതിൽ നിന്ന് സംസ്ഥാനത്തിന് ആരാണ് DGP ആകേണ്ടത് എന്നുള്ള കാര്യം തിരഞ്ഞെടുക്കുകയും ചെയ്യാം. താങ്ക് യു ഷഫീദ് റാവുത്തർ.